പ്രസ് മീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ഈ കണ്ടന്റ് നമ്മൾ നാളെ വന്ന എല്ലാവരെയും വിളിച്ചറിയിക്കുന്നതാണ്. ആ സമയത്ത് അപ്ലോഡ് ചെയ്താൽ മതി. അതിന് മുന്നേ ദയവ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നമ്മൾ ഒഫീഷ്യലി അറിയിക്കാം. നാളെ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കില്ല. താങ്ക് യു. അടുത്ത അമരക്കാരൻ അരുൺ ബോസ് ക്ഷണിക്കുകയാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. മാരിവില്യൻ ഗോപുരങ്ങൾ എന്റെ രണ്ടാമത്തെ ചലച്ചിത്രമാണ് ലൂക്കയ്ക്ക് ശേഷം. 2019 ലൂക്ക ഇറങ്ങിയത്. അപ്പോൾ ഈ വർഷം നമ്മളിപ്പം അടുത്ത ചിത്രത്തിന് വേണ്ടി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. മാരിവില്യൻ ഗോപുരങ്ങൾ ഒരു അർബൻ ഫാമിലി ഡ്രാമയാണ്, ഒരു എന്റർടൈനറാണ്, എൻഡ് ടു എൻഡ് ഒരു ഫൺ ഫിലിമാണ്. അപ്പോൾ ഇവിടെ ഈ പ്രസ് മീറ്റിന് വന്നുചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഞാൻ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സിയാദക്ക കോക്കസ് ഫിലിംസിന്റെ അമരക്കാരനാണ്. സിയാദക്കയാണ് സിയാദക്കയുടെ മകൾ ഷർമീൻ സിയാദ്. ഷർമീൻ ആണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരെ എല്ലാവരും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വിൻസി അലോഷ്യസ്, സർജാനോ ഖാലിദ്, ഇന്ദ്രജിത് സുകുമാരൻ, ശ്രുതി രാമേന്ദ്രൻ, പിന്നെ ഞാൻ വസിഷ്ഠ് ഉമേഷ്, ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയ പ്രമോദ് മോഹൻ. ഒഫീഷ്യലി ഇത് ഷെറിൻ, ഷിൻറ്റോ, റോണി, മീനാക്ഷി, ഇവരാണ് 4 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് 4 കഥാപാത്രങ്ങൾ സിനിമയില്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ്. ലൂക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട്, ലൂക്ക ഒരു ഇമോഷണൽ ഡ്രാമ ആയിരുന്നെങ്കിൽ ലൂക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു എൻഡ് ടു എൻഡ് ഫൺ ഫിലിം, ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു സിനിമ, ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന സിനിമ. എന്നാൽ അതിലൂടെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, 4 ചെറുപ്പക്കാരുടെ ലൈഫിൽ, 2 കപ്പിളിന്റെ ലൈഫിലുള്ള കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ആർക്കുള്ള 4 കഥാപാത്രങ്ങളാണ്. അവരൊരുമിച്ച് ഒരു കുടുംബമാണ്. ആ കുടുംബം അവരൊരുമിച്ച് ഒരു കുടക്കീഴിൽ ഏതാനും മാസങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ നല്ല നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കുന്ന കുറേ ഏറെ അവരുടെ ലൈഫിലെ, അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കുറേ ഇൻസിഡൻസ്, ഇതാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ ഇന്ത്യയുടെ ഇവിടെ വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം, നന്ദി. അരുൺ സൂചിപ്പിച്ച പോലെ അതൊരു മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമ ഒരു ഫൺ ഫാമിലി എന്റർടൈനറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ്. കാരണം വലിയൊരു കാലഘട്ടത്തിന് ശേഷമാണ് ഒരു ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനർ ഞാൻ ചെയ്യുന്നത്. ഹ്യൂമർ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ളൊരു നടനാണ് ഞാൻ. അത്യാവശ്യം കുറച്ച് ഹ്യൂമർ കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം വലിയ രീതിയിൽ പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ട്രാക്ക് പിടിച്ച് തന്നെ അങ്ങനെയുള്ള ലൈറ്റർ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമയുടെ കഥ എൻ്റെ അടുത്ത് അരുൺ എന്ന് പറയുന്നത്. ഇത് ഒരു ഫാമിലി എന്റർടൈനറാണ്, വിച്ച് മീൻസ് ലിറ്ററലി ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ്. ഷിൻഡോന്റെ സഹോദരനായ റോണി, ഷിൻഡോന്റെ ഭാര്യ ഷെറിൻ, റോണിയുടെ ഗേൾഫ്രണ്ട് മീനാക്ഷി, ഇവർ 4 പേരുടെയും കഥയാണ്. 4 പേരുടെയും ലൈഫിലുണ്ടാവുന്ന ചില ക്രൈസിസുകൾ. അതൊക്കെ ഒരു സെൻട്രൽ സ്ട്രക്ചറുള്ള സിനിമയല്ല, പക്ഷെ ഇവരുടെ 4 പേരുടെയും സ്റ്റോറിയിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ ഒരു ഫാമിലി യൂണിറ്റ് എന്ന നിലയ്ക്ക് ഇവർ തരണം ചെയ്ത് മുന്നോട്ട് പോയി അത് കൾമിനേറ്റ് ചെയ്യുന്നതാണ് സിനിമ. പക്ഷേ പറഞ്ഞു പോയിരിക്കുന്ന രീതി കംപ്ലീറ്റ്ലി ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും കംപ്ലീറ്റ് ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആയിട്ടാണ് ഈ ചിത്രം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. സിയാദക്കയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലെജൻഡറി ഹിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ്. വിദ്യാജിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരു വലിയ കാലയളവിന് ശേഷം. പാട്ടുകൾ ഇപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 5-6 സോങ്സ് നമുക്കുണ്ട്. അതിലിപ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള 2 സോങ്സ് ഉണ്ട്, 3 സോങ്സ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് പ്രോജക്റ്റ്. നല്ലൊരു എന്റർടൈൻമെന്റ് ഒരുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഇവർ രണ്ടുപേരും പറഞ്ഞ മാതിരി തന്നെ മാരിവില്യൻ ഗോപുരങ്ങൾ റിലേഷൻഷിപ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു സെലിബ്രേഷനാണ്, ഒരു
ഫൺ ഫാമിലി എൻ്റർടൈനർ, ഒരു റൊമാൻസും കോമഡിയും എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. എനിക്ക് ഐ വാസ് വെരി എക്സൈറ്റഡ് ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ. കാരണം ഞാൻ ഇതുവരെയും ഹ്യൂമർ എന്ന് പറഞ്ഞ ഒരു ജോണർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ ഒരു ചെറിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. സോ അത് എനിക്ക് എക്സൈറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ ഈ ടീം, കോക്കേഴ്സ് മീഡിയ എന്ന ബാനർ, വിദ്യാസാഗർ ജി മ്യൂസിക്, അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു. കുട്ടി ഒരു വലിയ എലിമെന്റ് ഈ സിനിമയിലുണ്ട്. അതിലധികം വിഷ്വൽസ് ഒന്നും നമ്മളിതുവരെ ടീസറിലോ സോങ്സിലോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. ചെറിയ 1-2 സ്നിപ്പറ്റ്സ് ഉണ്ട്. ഒരു എൻറ്റയർ സെഗ്മെന്റ് ഓഫ് ദ ഫിലിം കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ പോർഷൻ സിനിമയുണ്ട്. ഒരു കോമിക് കാരിക്കേച്ചറിസ്റ്റ് പോർഷൻ സിനിമയുണ്ട്. അത് ഡെഫിനറ്റ്ലി വർക്ക് ആവും. കാരണം അങ്ങനെ ഒരു അറ്റംപ്റ്റ് അധികം മലയാള സിനിമയിൽ വന്നിട്ടില്ല. അപ്പോൾ അത് രസമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. എനിക്ക് ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഒരു ഫൺ പാക്ഡ് എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണ്. ഫാമിലിക്കും എല്ലാവർക്കും ഒരു ഏജ് ബാരിയറും ഇല്ലാതെ കാണാൻ പറ്റിയൊരു സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അഭിനയിച്ച സീൻസും ഡബ് ചെയ്തപ്പോൾ കണ്ട സിനിമയും പിന്നെ വായിച്ച സ്ക്രിപ്റ്റും വെച്ചിട്ട് എനിക്ക് ജെന്യുവൻലി ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഈ സിനിമയിൽ. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും ആൾക്കാർക്ക് കണക്റ്റ് ആവുന്ന സിനിമയായിരിക്കുന്നു. സോ ഹോപ്പ്ഫുള്ളി എല്ലാവരും പോയി സിനിമ കാണാൻ നല്ല സിനിമയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഹായ്, ഇതുവരെ എൻ്റെ കരിയറിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് മാരിവില്യൻ ഗോപുരങ്ങൾ. എൻ്റെ ക്യാരക്ടറും മീനാക്ഷി എന്ന് പറയുന്ന ക്യാരക്ടറും ഇതുവരെ ചെയ്തതിൽ നിന്നും ഭയങ്കരമായിട്ട് വ്യത്യാസമുള്ള ഔട്ട്ലുക്കും അതുപോലെ തന്നെ ക്യാരക്ടർ ആർക്കും അതുപോലെ ഹ്യൂമർ എനിക്ക് ഒത്തിരി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഒരു ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ ക്യാരക്ടറായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് മാരിവില്യൻ ഗോപുരങ്ങളിൽ നിന്നാണ്. ഒരുപാട് ഹോപ്പുണ്ട്. കാരണം അത്രയും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഇപ്പം പറഞ്ഞ വശിഷ്ഠ്, അതുപോലെ സുചിച്ചി, ഇന്ദ്രേട്ടൻ, സർജാനം, ഇവരുടെ കൂടെയൊക്കെയുള്ളൊരു കോമ്പിനേഷൻസ് അടിപൊളിയായിരുന്നു. നല്ല നല്ലൊരു എന്താ പറയുക ആർട്ടിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യാൻ ഒക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ബിന്ദു ചേച്ചി ഇതിലൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ കൂടെയുള്ള സീൻസൊക്കെ എനിക്ക് ഒരുപാട് എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ ആസ് എ ഹോൾ നോക്കുമ്പം ഒരുപാട് ഹോപ്പുള്ള, എനിക്ക് പേഴ്സണലി എൻ്റെ കരിയറിൽ ഒരു ബെസ്റ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റുന്ന ഒരു മൂവിയാണ് മാരിവില്യൻ ഗോപുരങ്ങൾ. നമ്മൾ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഓരോ ദിവസവും ഷൂട്ട് ചെയ്തതും എല്ലാം. അപ്പം ആ എൻജോയ് ചെയ്ത ആ ഒരു ഹാപ്പി വൈബ് നിങ്ങളിലോട്ടും തിയേറ്ററിൽ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളും അത് എൻജോയ് ചെയ്യും തന്നെയാണ് എൻ്റെ കോൺഫിഡൻസ്. സോ കാണാം. നിങ്ങൾ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ നന്ദി പറയുന്നു. ഇത് ആക്ച്വലി ഞങ്ങളൊരു ഫ്രണ്ട്സ് പ്രസ് മീറ്റാണ്. നമ്മളെല്ലാവരും ഒന്നായി നിന്നുള്ള ഒരു പ്രസ് മീറ്റാണ്. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കോക്കേഴ്സ് ട്രഡീഷനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വേണം കരുതുവാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് കാര്യങ്ങൾ എന്നെ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയെ ഇതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ. രണ്ടാമത്തെ കാര്യം, ഞാനിത് സെക്കൻഡ് ജനറേഷനിലേക്ക് കോക്കേഴ്സ് ഫിലിംസ് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉദിച്ചപ്പോൾ ഞാൻ നേരത്തെ വേദിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ മൂത്ത മകളായ ഷെർമീൻ അതിൽ താല്പര്യം കാണിക്കുകയും അവർ ആദ്യമായിട്ട് കുടി പറയുന്നൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് പ്രവീൺ എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു അന്ന് ചെയ്തിരുന്നത്. അദ്ദേഹം ഞങ്ങളുടെ ഈ പ്രോജക്റ്റിലാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ കോക്കേഴ്സ് ഫിലിമിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഷൂട്ടിങ്ങിന് ഷെയർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ആക്ച്വലി ഞങ്ങൾ ഏറ്റവും വലിയ താങ്ക്ഫുൾ, ഞങ്ങൾ എല്ലാവരുടെയും കൂടെ മനസ്സിലുള്ള താങ്ക്ഫുൾ ഒരു പറയുന്നത് മിസ്റ്റർ വിദ്യാജിയാണ്. ബിക്കോസ് അദ്ദേഹം ഇവിടെ വന്നിരുന്ന് കമ്പോസ് ചെയ്ത് ഞങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് ഇതിൻ്റെ ഓരോ സോങ്സും പോകുന്നത്.
അതിൽ കണ്ടുവാനം അതിൽ അതേമാതിരി തന്നെ നമ്മുടെ ലിറിസിസ്റ്റ് വിനായക ശശികുമാർ, അദ്ദേഹം നല്ല വരികൾ, ഞങ്ങൾ എല്ലാവരും മോഹൻ ചുടിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വരികൾ മാറ്റുന്ന ഒരു പ്രകൃതത്തിലുള്ള, എനിക്ക് ഞാൻ പറയണെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരിക്ക് ബദലായിട്ട്, ഒരിക്കലും ഗിരീഷ് പുത്തഞ്ചേരി ആകില്ല എന്ന് ഞാൻ പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് വളരെയധികം വർക്ക് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം വിദ്യാജി കോമ്പിനേഷനിൽ തന്നെ എനിക്ക് മൊത്തത്തിൽ ഈ സിനിമയിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറയുന്ന എൻ്റെ പടത്തിനോട് കിടപിടിക്കുന്ന വിധത്തിലുള്ള ഒരു സിനിമ മേക്കിങ്ങും എൻ്റെ മ്യൂസിക്കും അങ്ങനെ തന്നെയാണ്, അതിന് സംശയമില്ല. എല്ലാവരും തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസി ആണെങ്കിലും ഇന്ദ്രജിത്ത് ആണെങ്കിലും ഷെർജാനാണെങ്കിലും ശ്രുതിയാണെങ്കിലും എല്ലാവരും ഞങ്ങളുടെ ആ സ്പിരിറ്റിനോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കഥാപാത്രങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഈ പടത്തിൽ പറഞ്ഞു. ഞങ്ങൾ എന്ത് മനസ്സിൽ കാണുന്നു ആ വിധത്തിൽ തന്നെ അതിൽ വരികയും, അതേമാതിരി തന്നെ പിക്ചറൈസേഷൻ, ഞങ്ങളുടെ ക്യാമറമാൻ ഇവിടെ ഇല്ല, ശ്യാം, അദ്ദേഹത്തിന് വലിയ എക്സ്പീരിയൻസ് ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും കുറെ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫി, വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ് ഇതിലുള്ളത്. ആൻഡ് താങ്ക്സ് ടു അവർ ലിറ്റിൽ ബോയ് വസിഷ്ഠ്, ബിക്കോസ് ഇതിൽ നേരത്തെ ഇന്ദ്രജിത്ത് സൂചിപ്പിച്ച മാതിരി തന്നെ കുട്ടികൾക്ക് വരെ എന്റർടൈൻമെന്റ് ഈ സിനിമയിലുണ്ട്. ബിക്കോസ് അദ്ദേഹം ഈ വസിഷ്ഠ് ചെയ്യുന്ന ഒരു കഥാപാത്രം ഷിൻജു എന്ന് പറയുന്ന നമ്മുടെ പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് ചെയ്യുന്ന ക്യാരക്ടറുമായിട്ടുള്ള കുറേ സീക്വൻസസ് ഉണ്ട്. അതെല്ലാം തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടികൾ വിഭാഗത്തിൽപ്പെട്ട എല്ലാ കുട്ടികൾക്കും തന്നെ ആ ഒരു പോർഷൻ എന്റർടൈൻമെന്റ്, എന്നാൽ കഥയിൽ ഒരു ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മ്യൂസിക് ഞങ്ങളുടെ സോങ്സ് പുറത്തു വിട്ട സമയത്തൊക്കെ തന്നെ, അത് യൂട്യൂബിലാണെങ്കിലും മറ്റുള്ള മീഡിയാസിലൊക്കെ ആണെങ്കിലും, അത് 1 മില്യൺ എബോവ് കവറേജ് കിട്ടിയ സോങ്സാണ്. സോ ഐ ആം ഹാപ്പി അബൌട്ട് ദാറ്റ്. ബിക്കോസ് എൻ്റെ പടങ്ങളിലെ, ഞാൻ ഫോക്കസ് ഫിലിം സെറ്റ് ചെയ്തിരിക്കുന്ന പടങ്ങളിലെല്ലാം തന്നെ തീർച്ചയായിട്ടും സബ്ജക്റ്റുമായി തന്നെ അതിൻ്റെ മ്യൂസിക്കും വരാറുണ്ട്. പാട്ടുകൾ ഹിറ്റാവും, വെദർ പിക്ചർ ഈസ് സക്സസ് ഓർ നോട്ട്. എൻ്റെ പാട്ടുകൾ ഇന്നും ഇപ്പോൾ ട്രാൻസ്മിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 2-3 പാട്ടെങ്കിലും ഞാൻ കേൾക്കാം. സോ പീപ്പിൾ ലൈക്സ് ദാറ്റ്. അപ്പം അതേമാതിരി തന്നെയുള്ള ഒരു സോങ്സ് സിറ്റുവേഷൻസാണ് ഇതിലുള്ളത്. അത് അവർ ആ പാട്ട് കേട്ടിട്ട്, ആ സോങ്സ് കേട്ടതിന് ശേഷം, മനസ്സ് നിറച്ചതിന് ശേഷമാണ് ആ പാട്ട് സീക്വൻസസ് തന്നെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഡയറക്ടർ അരുൺ ആൻഡ് പ്രമോദ്, അവർ ഈ പടം ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു തീമുമായിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ഒരു സജഷനാണ്, ഹ്യൂമർ എലിമെന്റ് നമുക്ക് ഇതിൽ മിസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിന് ആംപിൾ ചാൻസസ് ഉണ്ട് ആ സീക്വൻസ് വൈസ്. അങ്ങനെ അവർ പ്രമോദിന് വലിയൊരു താങ്ക്സ്. വേറൊന്നുമല്ല, അരുണും പ്രമോദും കൂടി ഇരുന്ന് രണ്ടാമത്തത് കറക്റ്റ് ചെയ്തു അതിൻ്റെ ആയിട്ടുള്ളൊരു ഫോർമാറ്റിലാണ് ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പോൾ അത് അതേമാതിരി സംഭവിച്ചപ്പോൾ ഈ പടം തീർച്ചയായിട്ടും ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് വിത്ത് മ്യൂസിക്കൽ. ഓടുന്ന പല പടങ്ങളിലും തന്നെ ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു ശാഖയാണ് സിനിമയുടെ പാട്ടുകൾ. പക്ഷെ അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. 5 പാട്ടോളം ഉണ്ട് ഈ സിനിമയിൽ. അല്ലെങ്കിൽ 3 പാട്ടേ നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഈ കുത്തൊഴുക്ക് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഇപ്പോൾ കുറേ പടങ്ങൾ റിലീസ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ ഈ പടം റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് ആ സമയത്ത് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും. ആ സമയത്ത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്ത് തരിക, ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് തരിക. വേറൊന്നുമല്ല, ഒരു ചേഞ്ച്
ഫാമിലി ഡ്രാമാസ് എന്ന് പറയുന്ന ചേഞ്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതെനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാം. നിങ്ങൾ ഓരോരുത്തരെയും അത് കണ്ടതിന് ശേഷം നിങ്ങളും സമ്മതിക്കും അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലി സ്റ്റോറി എന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട്സും ഞാൻ എല്ലായ്പ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല പടങ്ങൾക്കും, എൻ്റെ ഓരോ പ്രോഡക്ട്സിനും. അത് ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇനിയും വേണം. ഈ സമയങ്ങളിൽ തന്നെ ഞങ്ങൾ നിങ്ങളെയൊക്കെ മുൻകൂട്ടി അറിയിക്കുന്നതാണ് ഇതിൻ്റെ റിലീസിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഗുഡ് ഈവനിങ്. ആക്ച്വലി ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവർക്കും ഐ എം വെരി താങ്ക്ഫുൾ ദാറ്റ് യു ആർ ഓൾ ഹിയർ. ആക്ച്വലി ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക ഒരു ടീം കൊണ്ടുവരുന്ന ഒരു ഈ പറഞ്ഞ ഒരു ലൈക്ക് നമുക്ക് ഈ സിനിമ എന്താണെന്നുള്ളത് ശരിക്കും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു എഫേർട്ട് എന്നുള്ള ഒരു രീതിയിൽ തന്നെ കാണാൻ പറ്റും. ബിക്കോസ് ഇവിടെ എല്ലാവരും സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സിലൂടെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫൈനൽ ഒരു ഔട്ട്കം വന്നേക്കുന്നത്. സോ പ്രോബബ്ലി നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സിനിമയിലും ഫീൽ ചെയ്യാൻ പറ്റും. So it's basically a team effort, and I'm thankful to all the characters who actually have like put in their maximum effort to this. Thank you. നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിൽ കണ്ടുള്ള സിറ്റ്കോം സീരീസിലൊരു സ്ട്രക്ചർ ഉണ്ട്. ഒരു പ്രധാന കഥാപാത്രമല്ല, 4 പ്രൊട്ടഗണിസ്റ്റുകളുണ്ട്. അവരുടെയൊക്കെ പേഴ്സണൽ പ്രൊഫഷണൽ ഇഷ്യൂസും അത് സോൾവ് ചെയ്യുന്നതും ഒരുമിച്ച് അങ്ങനെ ഒരു കുടുംബമായിട്ട് അത് തരണം ചെയ്യുന്നു. അതിൻ്റെ ഒരു കൾമിനേഷനാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി സ്ട്രക്ചർ. അപ്പോൾ അതിൽ ഹ്യൂമറും ഇമോഷൻസും എല്ലാം ഈക്വൽ പ്ലാനിലുണ്ട്. നമ്മളെല്ലാവരും വളരെ എൻജോയ് തന്നെയാണ് ഈ സിനിമ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു സന്തോഷവും പ്രതീക്ഷയും ഒക്കെ കൊടുക്കുന്ന ഒരു വളരെ ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഈ സിനിമയിൽ ഒരു നല്ല റോള് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. കാര്യം എന്താ വെച്ചാൽ ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ ചെയ്യാൻ പറ്റി. പിന്നെ ഈ സിനിമയിൽ എനിക്ക് പുതിയ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റണ്ടൊക്കെ ഉണ്ട്, പിന്നെ ഡാൻസും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതുവരെ ഒരു സിനിമയിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല എക്സൈറ്റഡ് ആണ്. പിന്നെ കുറേ ദിവസമായി ഇത് ഇറങ്ങാൻ കാത്തിക്കണം. അപ്പോൾ 16-ാം തീയതിക്ക് വേണ്ടിയിട്ട് നല്ല വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഒരു കൊളാബറേറ്റീവ് ജേർണിയാണ്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ആസ് എ ടീം, മോർ ദാൻ എ ടീം, ആസ് എ ഫാമിലി ആദ്യം മുതലേ. ഇപ്പോൾ കോക്കസിൽ ഞാൻ ആദ്യമായിട്ട് ആക്ച്വലി എൻ്റെ തിരക്കഥാകൃത്ത് പ്രമോദും ഞാനും ഈ സബ്ജക്റ്റ് റെഡി ആയിട്ട് ആദ്യം കോക്കസ് ചെല്ലുന്ന ആക്ടേഴ്സിൻ്റെ ഡേറ്റ് ആയിട്ടല്ല ഞാൻ പറയാറുണ്ട്. ഇവരുടെ ആരുടെയും ഡേറ്റ് കൊണ്ടല്ല ചെല്ലുന്നത്. ഫോക്കസ് ആയിട്ട് സംസാരിക്കുന്നത് നമ്മൾ സബ്ജക്റ്റാണ്. ഇങ്ങനെയൊരു കോണ്ടന്റാണ്, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമ. ഇതിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആണ്, ഇങ്ങനൊരു ഫൺ ഫാമിലി ഒരു സെലിബ്രേഷന്റെ സ്വഭാവമുള്ള സിനിമയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. ഫോക്കസ് അത് എഗ്രി ചെയ്യുന്നു. പിന്നെ സിയാദിക്കാണെങ്കിൽ നമുക്ക് ഇന്ന സമയത്ത് ഷൂട്ട് ചെയ്യണം, ഇതിന് റൈറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണോ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തോളൂ. അതിനുശേഷമാണ് ഇന്ദ്രേടനെ കാണുന്നതും ശ്രുതിയെ കാണുന്നതും സർജാനെ കാണുന്നതും. ഇവരാണ് ഇതിന്റെ റൈറ്റ് കാസ്റ്റിംഗ്, പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. ഇവരുടെ കെമിസ്ട്രി കറക്റ്റ് അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു ഹ്യൂമർ വർക്കൗട്ട് ആവില്ല. എപ്പോഴും പറയില്ലോ, ഒരേ ഫ്രെയിമിൽ തന്നെ നമുക്ക് ആക്ഷൻ റിയാക്ഷൻ ഒക്കെ കറക്റ്റായിട്ട് കൺസീവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഹ്യൂമർ കറക്റ്റായിട്ട് വർക്ക് ആവുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് ഹ്യൂമർ എൻ്റെ ആദ്യത്തെ പരിശ്രമമാണ്. ലൂക്ക് കുറച്ചും കൂടെ ഒരു ഇമോഷണൽ ഡ്രാമയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ എൻഡ് ടു എൻഡ്, നമ്മളെല്ലാ പ്രമോ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ തന്നെ സിറ്റുവേഷനിൽ ഓർഗാനിക് ആയിട്ട് ഉണ്ടാവുന്ന ഹ്യൂമറാണ്. ക്ലൗഡിങ് അല്ല, കുറച്ചും കൂടെ ഓർഗാനിക് ആയിട്ട്. പിന്നെ ഇത് റിലേറ്റബിൾ ആണ്. ഇത് അർബൻ കപ്പിൾസിന് മാത്രമുള്ള സ്റ്റോറിയല്ല. നമ്മളങ്ങനെ അർബൻ കപ്പിൾസ് എന്ന് പറഞ്ഞെങ്കിലും മിഡിൽ ക്ലാസ് കപ്പിൾ ഫ്രം എനിവെയർ, ഏത് ജിയോഗ്രഫിയിലെ ഒരു മിഡിൽ ക്ലാസ്സിനും ഈസി ആയിട്ട് കണക്ട് ആകും. അവരുടെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു കോമൺ പ്രശ്നങ്ങളാണ് ഈ 4 കഥാപാത്രങ്ങളും അവരനുഭവിക്കുന്ന കോമൺ പ്രശ്നങ്ങളാണ് സിനിമ. പക്ഷെ അത് ഡീൽ ചെയ്യുന്നത് ഒരു കുറച്ചും കൂടെ ഒരു ഫൺ എന്റർടൈൻമെന്റ് സ്വഭാവത്തിലാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു നിങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുക്കാം അല്ലേ? ടീച്ചർ ഇറങ്ങിയ സമയത്ത് തന്നെ
അങ്ങനെ പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇത് രണ്ട് തരം ഫാമിലി, രണ്ട് ജനറേഷൻ ടൈപ്പ് അങ്ങനത്തെ ഒരു ഫാമിലിയെ എക്സാക്ട്ലി അത് തന്നെ ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിക്കുന്ന രീതിയുണ്ട്, പഴയ ജനറേഷൻ ചിന്തിക്കുന്ന ആ ഒരു ട്രാക്കും ഉണ്ട്. എന്തിനാണ് വിശ്വസിക്കുന്നത് കുറച്ചുകൂടെ? അല്ല, അങ്ങനെ ഒരു വിശ്വാസമായിട്ടില്ല. ഇതിനകത്ത് നമ്മളിങ്ങനെ ജഡ്ജ്മെന്റലായിട്ടൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും തന്നെ പലതരം ആൾക്കാരുണ്ട്, പലതരം റിലേഷൻഷിപ്സ് ഉണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ നമ്മൾ ഓരോ കപ്പിൾസിനെ എടുത്താൽ അവരുടെയൊക്കെ കഥകൾ ഓരോന്നാണ്. അപ്പൊ നമ്മൾ ഒന്നിനെയും അങ്ങനെ ഇതാണ് ശരി, എല്ലാവരുടെയും ശരിയും തെറ്റും വളരെ സബ്ജക്റ്റീവാണ്. ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്ന മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല. ഓരോരുത്തർക്ക് അവരവരുടേതായ ജീവിത സാഹചര്യങ്ങൾ, അവർ വളർന്നു വന്ന രീതി, അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ കഥകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കഥകളാണ് അതിൽ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്. നമ്മൾ അതിനൊന്നും ജഡ്ജ്മെന്റലായിട്ട് ഇതാണ് ശരി അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം കപ്പിൾസ് എന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്നും ഒരു ഫോഴ്സ്ഫുൾ ശ്രമം നടത്തിയിട്ടില്ല. അത് സിനിമയുടെ ഭാഗമായിട്ട്, എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടില്ല. നീരജ് എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്യുന്നത് അങ്ങനെ അത്ര ബോൾഡായിട്ടൊരു കഥാപാത്രം ചെയ്തതിന് ശേഷം കാണുന്ന ഇതാണ്. എന്താണ് ഈ കഥാപാത്രത്തെ കണ്ട ഒരു പ്രത്യേകത എന്താണ്? എനിക്ക് ഐ തിങ്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് ആൻഡ് ടീം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഫൺ ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനർ ആണ്. എനിക്ക് പൊതുവെ റൊമാൻസ് ആൻഡ് കോമഡി എന്ന് പറഞ്ഞ ജോണർ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. റൊമാൻസ് ഹാൻഡിൽ ചെയ്യാൻ പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹ്യൂമർ ഇതുവരെയ്ക്കും ട്രൈ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഹ്യൂമർ എന്ന് പറഞ്ഞ ജോണറിൽ ആ ഒരു സീനിന്റെ ഒരു ഭാഗമാകാൻ അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് ഐ ഗോട്ട് അത്രയും ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ ഈ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ജോണർ ആൻഡ് ഈ സിനിമ പറയുന്ന കുറെ കാര്യങ്ങൾ ഐ ഫീൽ ലൈക്ക് എനിക്ക് റെസൊനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മ്യൂസിക്കൽ ഇമോഷണൽ ആയാലും ശരി, പെർഫോമൻസ് ആയാലും സ്റ്റോറി വൈസ് ആയാലും വളരെയധികം കുറെ ചേഞ്ചസ് ഉണ്ട്. നല്ലൊരു ഫിലിം ആയിരുന്നത്. അതിൽ നിന്ന് മാനവിലും ഗോപുരം ഇതിൽ പുറമെ ഒരു ഫൺ എന്റർടൈനിങ് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് സിനിമയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജോണർ എടുക്കാനുള്ള കാരണം? ആസ് എ ഫിലിം മേക്കർ എനിക്ക് എല്ലാത്തരം ജോണറുകളും ഇഷ്ടമാണ്. ഇതിൽ കോമൺ ആയിട്ട് പ്രോപ്പർലി ഉള്ള ഒരു ഘടകം റിലേഷൻഷിപ്പ് ഡ്രാമാസ്, റിലേഷൻഷിപ്പ് സ്റ്റോറീസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്രോബ്ലി ഞാൻ എല്ലാത്തരം സിനിമകളെയും കാണുമെങ്കിലും ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസ് എടുക്കുകയാണെങ്കിൽ ബിഫോർ സൺസെറ്റ് സീരീസ് അല്ലെങ്കിൽ ബ്ലൂ വാലന്റൈൻ, ഇപ്പോൾ മലയാളത്തിൽ തന്നെ പത്മരാജന്റെ സിനിമകൾ, ഭരതന്റെ സിനിമകൾ റിലേഷൻഷിപ്പിലാണ്. ഇതിൽ അത് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് കൂടെയാണ്. ഇമോഷൻസ് കറക്റ്റ് ആയാലും ഒരിക്കലും ഇങ്ങനത്തെ സിനിമകൾ വർക്ക് ആവില്ല. ഫോർ ലൂക്ക കുറച്ച് ബ്രേവ് ആയിട്ട് ചെയ്തൊരു സിനിമയാണ്. കാരണം അങ്ങനത്തെ ഒരു ട്രാജിക്കൽ എൻഡും തുടക്കവും ട്രാജിക്കൽ എൻഡും, പക്ഷെ അതിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്ന വളരെ ഇന്റൻസ് ആയിട്ടുള്ള റൊമാൻസ് ആണ്. എൻ്റെ ഒരു ത്രില്ലർ സ്വഭാവത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് 2 സീസൺസ് ആണ്. സമ്മർ സമയത്ത് നടക്കുന്ന ടൊവിനോയുടെ ഹാനയുടെയും കഥാപാത്രങ്ങളുടെ പ്രണയം, ഫോളോഡ് ബൈ മഴക്കാലത്തുള്ള നംനെസ്സിലും ശരിക്കും പറഞ്ഞാൽ ഒരു മരവിപ്പിലും മടുപ്പിലും ഉള്ള ഒരു പോലീസുകാരുടെ പ്രണയം. ഇത് പാരലൽ സ്റ്റോറീസ് ആണ്. ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറയാണ് മാരിവിലും ഗോപുരം. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു ജോണറിൽ സ്റ്റിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ജോണറിലുള്ള സിനിമയായിരിക്കാം. എങ്കിലും ഹ്യൂമൻ ഇഷ്യൂസ്, ഹ്യൂമൻ ഇമോഷൻസ്, എസ്പെഷ്യലി കപ്പിൾ സ്റ്റോറീസ്, ആണും പെണ്ണും എന്നുള്ള പ്രഹേളികയിൽ എന്താണ് വേറെ ഉള്ളത്? വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുള്ള 2 സ്പീഷീസ് ആണ് ലിറ്ററലി ആണും പെണ്ണും. അവരെത്രയോ കാലങ്ങളായിട്ട് കപ്പിൾസ് ആയിട്ട് ഐ മീൻ ഒരു കൂരയ്ക്കുള്ളിൽ അവർ ജീവിക്കുന്നു. അതിലും ഏറ്റവും വലിയ മിസ്റ്ററി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രണയങ്ങളുണ്ടാവും, ഭാര്യമാരുണ്ടാവും, ഭാര്യമാരല്ല, ഓരോരുത്തർക്കും അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവും. പക്ഷെ എന്നും നിങ്ങൾ തല്ലുപിടിക്കാറുണ്ട്, എന്നും നിങ്ങൾ ഒരുമിക്കാറുമുണ്ട്. പക്ഷെ ഈ ഒരു സിസ്റ്റത്തെ ഞാൻ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതും എന്റെ അഡ്വഞ്ചർ ആയിരുന്നു. ലിറ്ററലി ഒരു കോമഡി സിനിമ, എൻഡ് ടു എൻഡ് നമ്മളെ എന്റർടൈൻ ചെയ്യുന്നത്. എന്ത് കാര്യം ഒരു ക്ലൗഡിങ് സിനിമയല്ല, ഇതൊരു സറ്റൈറിക്കൽ സിനിമയല്ല, സിറ്റുവേഷൻ കോമഡിയാണ്. പ്രമോദ്, ഞാൻ ഈ മെയിൻ കോൺസെപ്റ്റ് ചിന്തിച്ച ശേഷം ഈ കോൺസെപ്റ്റ് ബേസിക്കലി ആക്ച്വലി 3 ക്യാരക്ടർ, ഷിൻഡോ, ഷെറിൻ, മീനാക്ഷി, റോണിയായിരുന്നു ഒന്ന് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവേണ്ടിയിരുന്ന കഥാപാത്രം. ഈ 3 കഥാപാത്രങ്ങളുടെ ആർക്കും ഒരു ബേസ് ഇതും ആയിട്ടാണ് ഞാൻ പ്രമോദിനെ മീറ്റ് ചെയ്യുന്നത്. പ്രമോദ് കുറച്ചും കൂടെ ഇങ്ങനത്തെ ജോണർ കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു തിരക്കഥാകൃത്താണെന്ന് അറിയാം. മറ്റൊരു സുഹൃത്തുക്കളുമാണ് ഞങ്ങൾ ഒരു സിനിമയിൽ തന്നെ മറ്റൊരു ആർട്ടിസ്റ്റ് സുഹൃത്ത് വഴിയാണ് ഞാൻ പ്രമോദിനെ പരിചയപ്പെടുന്നത്.
അന്ന് പ്രമോദ് ഡിസ്കസ് ചെയ്ത് പിന്നെ ഏതാണ്ട് കൊറോണയുടെ സെക്കൻഡ് ഫേസ് ഏതാണ്ട് 1 വർഷത്തോളം ലിറ്ററലി ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇവോൾവ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അപ്പൊ ഇതിൽ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് ഉദ്ദേശിച്ചത് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രണ്ട് സീരീസ് കാണാറുണ്ടല്ലോ, ഓരോ സിറ്റുവേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന കോമഡി എന്നൊക്കെ ഒരു സ്കിറ്റ് സ്വഭാവമുള്ള സിനിമയാണ്. ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഒരു സിനിമാറ്റിക് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക്. സിനിമ ഒരു യൂണിവേഴ്സ് ആണ്. ഇവരുടെ യൂണിവേഴ്സിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. റോണിയുടെയും ഷിൻഡോയുടെയും ഷെറിന്റെയും മീനാക്ഷിയുടെയും ലോകത്തിലേക്ക് ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റിയ, പിന്നെ ഇവരുടെ കൂടെ വസിഷ്ഠന്റെ കൂടെ വളരെ എൻജോയബിൾ ആയ ഒരു ജേർണി ആയിരിക്കും, എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. അത് പർപ്പസ്ഫുള്ളി തന്നെ ചെയ്തതാണ്, ആ ജോണറിനുള്ള താല്പര്യം കൊണ്ട് തന്നെ ചെയ്തതാണ്. അതായത് റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടെ വലിയ ഇപ്പൊ ലൂക്കയിലായാലും ശരി, അവരുടെ വരുന്ന റിലേഷൻഷിപ്പ് അത് വളരെ യൂണീക്ക് ആയിട്ട് ഫീൽ ചെയ്തു. അതൊരു ഒരു നോർമൽ കണ്ടുവരുന്ന ഒരു റൊമാൻറ്റിക് ഫീൽ, അങ്ങനെ ഒരു ട്രാക്കല്ല ഫീൽ ചെയ്തത്. ഇതിലും അങ്ങനത്തെ ഒരു ഫീലിംഗ് തന്നെ ആദ്യമേ തന്നെ ടീച്ചറിൽ ഞാൻ പ്രത്യേകം പറയാം. ഞാൻ പേഴ്സണലി വെറുതെയുള്ള പൈങ്കിളി റൊമാൻസുകളിൽ അത്ര താല്പര്യം എനിക്കില്ല. കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വിച്ച് ഇസ് റിയൽ, നമ്മുടെ കൺമുൻപിൽ കാണുന്ന യഥാർത്ഥമായ പ്രണയങ്ങൾ മാത്രമല്ല, പാർട്ട്ണർഷിപ്പ് എന്നാണ് ഞാൻ പറയാം. ഫ്രണ്ട്ഷിപ്പ്, പാർട്ട്ണർഷിപ്പ്. ഷിൻഡോയുടെയും ഷെറിന്റെയും ഇക്വേഷൻസ് ടോട്ടലി ഡിഫറെന്റ് ആണ് റോണിയുടെയും മീനാക്ഷിയുടെ ഇക്വേഷൻ. ഇവര് ചിന്തിക്കുന്നതിൽ നിന്ന് കുറച്ച് വളരെ വ്യത്യസ്തമായിട്ടാണ് അവരുടെ ചിന്താഗതി. ഇങ്ങനെയുള്ള ഇവരുടെ ഈ പാർട്ട്ണർഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, റൊമാൻസ്, ഇത് കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ്. എനിക്ക് അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് കൂടുതൽ ഇഷ്ടം. അത്രയാണ്. എന്തുകൊണ്ടാണ് മാരിവില്ലിയും ഗോപുരങ്ങൾ അങ്ങനത്തെ അങ്ങനെ ഒരു ടൈറ്റിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരൊറ്റ പാട്ടേ വേണ്ടി വരുത്തുള്ളൂ, ആ സംബന്ധിച്ച ആ പാട്ട്? അങ്ങനെ ഒരു ടൈറ്റിൽ മനഃപൂർവ്വം ഇട്ടാണോ അതോ സിറ്റുവേഷനായിട്ട് കഥയുടെ റിലേറ്റ് ചെയ്ത് അങ്ങനെ വന്നോ? തിരക്കഥയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ ഒരു സെലിബ്രേഷനാണ്, ആഘോഷമാണ്. ഒരു മാരിവില്ല് എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു സിംബലാണ്. പിന്നെ ഫോക്കസിന്റെ പ്രൊഡക്ഷനിൽ വരുന്നതും സിയാദിക്കായിട്ട് സംസാരിക്കുന്നതും പിന്നെ വിദ്യാജീതിന്റെ കമ്പോണന്റ് ആയിട്ട് വരുന്നതും. അപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു ചർച്ചയിൽ ചിന്തിച്ചു, ഓക്കെ, മാരിവില്ല് പോലെ സന്തോഷിപ്പിക്കുന്ന ഒരു സംഭവം വേറെ ഇല്ല. പിന്നെ ഇവർ 4 പേരും വസിഷ്ഠും ഒക്കെ ശരിക്കും ലിറ്ററലി പല കളേഴ്സ് പോലെയാണ് ഈ സിനിമയുടെ. ഈ പല കളേഴ്സ് ചേർന്നിട്ടുണ്ടാകുന്ന ഒരു വലിയ മാരിവില്ലാണ്. ഈ ഗോപുരങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സിറ്റി തന്നെയാണ്, കൊച്ചി സിറ്റിയിൽ നടക്കുന്ന കഥയാണ്. നമ്മൾ സിനിമ മുഴുവനായിട്ടും കൊച്ചിയിൽ സിറ്റിയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റിയിൽ മഴവില്ല് പോലുള്ള ആഘോഷഭരിതമായ ഒരു സിംബൽ ഈ വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് ചേർന്ന് വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അത്രയും അതുകൊണ്ട് മീൻ ചെയ്തുള്ളൂ. അത് ആ ഒരു പ്ലഷറിന് വേണ്ടി ചെയ്തത്. അന്ന് രാഷ്ട്രീയ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അതേപോലത്തെ ഒരു സർവൈവിങ് അല്ലെങ്കിൽ അത്രയും കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ചെയ്യുന്ന ഒരു കഥാപാത്രം, അതുപോലെ കഥാപാത്രം ചെയ്യാനായിട്ട് ഇച്ചിരി താല്പര്യം തോന്നിയാണ്. ഈ സിനിമ കുറച്ചുകൂടെ ഹ്യൂമറാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്തത്? ഇതിൽ ഞാനൊരു ഷെഫായിട്ടാണ് എൻ്റെ ക്യാരക്ടർ വരുന്നത്. ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം ഹ്യൂമറാണ്. എനിക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായിട്ടില്ല. വിൻസിയോട് അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. മോസ്റ്റ്ലി ഞങ്ങളുടെ പെയറിങ് ആയതുകൊണ്ട് വിൻസി കുറച്ചുകൂടെ ഹ്യൂമർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നൊരു ആക്ട്രസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എന്നെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് റിയാക്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഞങ്ങൾ നല്ല സിങ്ക് ആയിരുന്നു അഭിനയിക്കുമ്പോൾ, അത് എല്ലാവരുമായിട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനൊരു ക്യാരക്ടർ കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇവരുടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഇവർ രണ്ടുപേരും ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതും സാധിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ. മൊത്തം സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ തൊട്ട് ഇന്ന് വരെ നമുക്കൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എനർജി ഉണ്ടാവുമല്ലോ. എനിക്ക് കിട്ടിയ എനർജിയിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിനിമ. സർജാനു എങ്ങനത്തെ റിലേഷൻഷിപ്പാണ് കൂടുതൽ വിശ്വസിക്കുന്നത്? ഒരു മാരേജ് കമ്മിറ്റഡ് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണോ, അതോ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ജനറേഷൻ ആ സിനിമയിലെ കഥാപാത്രം അതുകൊണ്ട് ഒരു ഇതാണ്? അപ്പോൾ ഏത് ടൈപ്പ് റിലേഷൻഷിപ്പാണ് കൂടുതൽ വിശ്വസിക്കുന്നത് സർജാനു? എനിക്ക് എല്ലാ റിലേഷൻഷിപ്സും എങ്ങനെയാണെങ്കിലും മറ്റൊരാളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഏത് റിലേഷൻഷിപ്പ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം മാരീഡ് ആണെങ്കിലും അൺമാരീഡ് ആണെങ്കിലും, അപ്പം കാഷ്വൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ദ സെയിം. എല്ലാവരും റെസ്പെക്ട് ചെയ്യുക, ലവ് ആൻഡ് ലെറ്റ് ലവ്. നമ്മളിപ്പം എല്ലാ ഇന്റർവ്യൂസിലും പറയുന്ന കാര്യമാണ് നമ്മുടെ പടത്തിന്റെ ഒരു മെയിൻ പരിപാടി, ലിവ് ആൻഡ് ലെറ്റ് ലവ്.
വിൻസി ഹായ്. അതായത് ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും ഓരോ കഥാപാത്രം ഒന്നും സമയം വരാതെ ലെവലായിട്ട് ഓരോ ആ ഗ്രാഫ് ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ ഫേസ് ഓഫ് ദ ഫിസ്റ്റേഴ്സ് ആയാലും അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കഥാപാത്രം ഇങ്ങനെ ഒരാൾ ചെയ്തോ, ഈ വ്യക്തിയാണോ ഇത് ചെയ്തത് എന്നൊരു ചർച്ച വരെ ഉണ്ടായിരുന്നു. അത് ഓസ്കാർ ലെവലിലൊക്കെ പോയി അത് വേറൊരു ഇതാണ്. അപ്പോൾ ഈ സിനിമയിലെ ഈ കഥാപാത്രം ഇതുവരെ ചെയ്തിട്ടില്ല കുറച്ചൊരു ഹ്യൂമർ ആയിട്ടൊരു കഥാപാത്രമാണ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കഥാപാത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹ്യൂമർ ഞാൻ നായകൻ എന്നൊക്കെ പറഞ്ഞ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ ഒരാളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ തിരിച്ചറിയുന്നത് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റും, അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പം പക്ഷെ സിനിമയിലോട്ട് കയറുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് വരുന്നത്, ഇമോഷണൽ. അപ്പം ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. സൗദി വെള്ളക്കയിൽ ഒരു ചെറിയൊരു റോള് വന്നു, പത്മിനി, സ്മൃതി. അപ്പം ഈ ഒരു സ്പേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതിൽ മുഴുനീള ആ ഒരു ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല, പക്ഷെ സിറ്റുവേഷനലി ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. വിൻസി പറയുന്നത് ഇവരിങ്ങനെ ടീച്ചറിനകത്ത് പറയുന്നത് ഒരു കല്യാണം കഴിഞ്ഞിട്ട് വരെ ഇങ്ങനത്തെ ആ ഒരു വിൻസി എങ്ങനെ വിശ്വസിക്കുന്നു? ഒരു നോർമൽ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇഷ്ടങ്ങളായിരിക്കുമല്ലോ, അതൊരു ലീഗൽ ബോണ്ടിങ് അങ്ങനെ അത് വേണമെന്നില്ല, അത് മനസ്സിലുള്ള ബോണ്ടിങ് ആണ് എന്നിട്ട് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വിശ്വസിക്കുന്ന ഒരാളാണോ? ഇപ്പം ഇതില് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂജൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടർ പോലെയാണ്. ഞാൻ അങ്ങനെയല്ല ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പം അവരുടെ ചോയ്സുകളാണ്. ഇപ്പം ഇവർക്ക് കല്യാണം കഴിക്കാൻ കുട്ടികൾ വേണ്ട, നിങ്ങൾക്ക് കുട്ടികളാവാൻ കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്നിടത്ത് അവരുടെ വ്യൂ പോയിന്റ്സ് കാണിക്കുന്നതല്ല. നമ്മൾ ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നല്ല മൂവിയിൽ നമ്മൾ കാണിക്കുന്നത്. പേഴ്സണൽ ലൈഫിൽ ഓൾസോ നമുക്കിപ്പം എന്ത് തോന്നുന്നല്ല, ഇപ്പം എനിക്ക് മാരേജ് ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആഫ്റ്റർ 2 years അത് മാറാം. സോ ഇപ്പൊ ഞാൻ തീരുമാനങ്ങളോ എനിക്ക് ഇന്ന കോൺസെപ്റ്റോ ഒന്നുമില്ല. സോ ലെറ്റ് ഇറ്റ് ബി. എൻ്റെ പാർട്ട്ണറും കൂടി വരട്ടെ, പാർട്ട്ണറിൻ്റെയും കൂടി രീതിയിൽ ചിലപ്പോൾ നമുക്ക് മാരേജ് ആയിരിക്കും ഓക്കെ ആവാൻ, ചിലപ്പോൾ മാരേജ് ഓക്കെ ആവില്ല. ചേട്ടന്റെ സിനിമകളായാലും ശരി വളരെ ചൂസ് ചെയ്ത് ഒരുപാട് സിനിമകൾ ചെയ്യാന്നുള്ളതല്ല, സിനിമകൾ ചെയ്യുന്നത് പ്രേക്ഷകരുടെ ഉള്ളിൽ നിൽക്കണം, അല്ലെ ആ കഥാപാത്രം നിൽക്കുക എന്നുള്ള ഓരോ ആർട്ടിസ്റ്റിന്റെയും ഡ്രീം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമാണ്. ചേട്ടൻ ഇപ്പൊ ചെയ്യുന്ന സിനിമകളും അതുപോലെയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാടൊന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നത് ചൂസ് ചെയ്യട്ടെ, ശരിക്കും അങ്ങനെയാണോ? തീർച്ചയായിട്ടുമാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല സിനിമകൾ ചെയ്യണം, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഓരോരോ സിനിമകളിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചൊരു കാലമാകുന്ന ശേഷമാണ് ഇപ്പോൾ ഒരു സിനിമേൻ്റെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടി ചലഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള പ്രയോറിറ്റി. എങ്ങനത്തെ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യണം? അല്ലെങ്കിൽ രാജേട്ടൻ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായ ആടുജീവിതം പോലൊരു സിനിമ ഇനി ഞാൻ ചെയ്യില്ല, എന്റെ അത്രയും ചെയ്തു. അത് അത്രയും ഫിസിക്കൽ എഫേർട്ട് അതിൽ ഇട്ടുകൊണ്ടാണ്. കാരണം പൃഥ്വി അതിൽ ഇട്ടിരുന്നൊരു ഫിസിക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺബിലീവബിൾ. ഒരു ദിവസം ഒരു 700 calories അല്ലെങ്കിൽ 800 calories ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു കണ്ടിന്യൂസ്ലി 1-2 മാസം പൃഥ്വി കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നു. അത് ഹെൽത്തിന് നല്ലതല്ല, ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ അത്രയും എക്സ്ട്രീംസ് ചെയ്തുകൊണ്ടാണ് പൃഥ്വി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും അങ്ങനെ ഒരു പടം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും. പൃഥ്വിയുടെ കരിയറിലെ ഒരു ഐസിംഗ് ഓൺ ദ കേക്ക് ആയിരിക്കും ആ സിനിമ എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഹാപ്പി. അതിപ്പോ അതിന് ഞാനല്ലല്ലോ ഉത്തരം പറയേണ്ടത്. എന്നെ ഉപയോഗിക്കേണ്ടവർ വന്ന് എന്നെ കാസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ആ സിനിമകളിലൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പം സീരിയസ് സിനിമകളാണെങ്കിലും ഹ്യൂമർ സിനിമകളാണെങ്കിലും ആ സിനിമകൾ ഭംഗിയാക്കാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ കരിയറിന്റെ ബിഗിനിങ് മുതൽ പീരിയോഡിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല സമയങ്ങളിലുണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. സോ ആസ് ആൻ ആക്ടർ അത് ഞാനൊരു വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് കാണും.
ഇപ്പം നമ്മൾ എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലാണ് മീശമാധവൻ എന്ന സിനിമ വരുന്നത്. പിന്നെ മീശമാധവൻ കഴിഞ്ഞു ക്ലാസ്മേറ്റ്സ് പോലൊരു സിനിമ, അല്ലെങ്കിൽ 2020 ആ സമയത്ത് ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. പിന്നെ ലൂസിഫർ. അപ്പൊ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ അതാത് കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാവാൻ സാധിച്ചിട്ട് നടന്നുള്ളൊരു വലിയ ബ്ലെസ്സിങ് എനിക്കുണ്ട്. പിന്നെ അതുകൊണ്ട് നോ കംപ്ലൈൻറ്റ്സ്. പിന്നെ സമയം ഇനിയുണ്ട്, ഇനിയും ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ പോയിട്ടില്ല. അപ്പോൾ എന്നെ ഉപയോഗിക്കേണ്ടവർക്ക് ഒന്ന് ഉപയോഗിക്കും. ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ദ്രജിത്തിനെ ഉദ്ദേശിച്ചിട്ട് വേണ്ടമാതിരി മലയാള സിനിമ അദ്ദേഹത്തിനെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള കംപ്ലൈൻറ്റ് എനിക്ക്. ഞങ്ങൾക്ക് ഇതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ സിനിമ ഞങ്ങളത് യൂസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ, അദ്ദേഹം എന്ന നടനെ ഞങ്ങൾ യൂസ് ചെയ്തു. ഞാൻ പറയണ എനിക്ക് ആസ് എൻ എന്താ പറയുക, ഒരു കോക്കോസ് ഫിലിംസിൻ്റെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ യൂസ് ചെയ്തിട്ടില്ല മലയാള സിനിമ. ഇവിടേക്ക് വന്ന് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഒരു സിനിമ ചെയ്തു കാണാം. അപ്പോൾ അതല്ല കാര്യങ്ങൾ. എനിക്ക് പ്രൗഡ്ലി ഐ ക്യാൻ സേ ഞങ്ങളുടെ ഈ സിനിമയിൽ അദ്ദേഹത്തിന് ഞങ്ങൾ യൂസ് ചെയ്തു. അദ്ദേഹം അതിനോട് ഇഴകി ചേർന്നിട്ടുണ്ട്. ഹ്യൂമർ ആണെങ്കിലും ഒരു ഫാമിലി ലൈഫ് ഇമോഷണലി ആണെങ്കിലും എല്ലാം ഇഴകി ചേർന്നു. അപ്പോൾ അതിനുള്ള പൊട്ടൻഷ്യൽ അദ്ദേഹത്തിനുണ്ടെന്ന് ഞങ്ങളെപ്പോലുള്ള വളരെ അരുണാണെങ്കിലും പ്രമോദാണെങ്കിലും ഞാനും എൻ്റെ മകളും എല്ലാം സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. ഒരിക്കലും അദ്ദേഹത്തിനോട് മുഖത്ത് നോക്കി പ്രസംഗിക്കേണ്ട കാര്യമില്ല കുട്ടികളൊക്കെ. പക്ഷെ ഞങ്ങൾക്കറിയാം, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കറിയാം. അറ്റ് സെയിം ടൈം രണ്ട് വാക്ക് ഇതിൽ എനിക്ക് അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്ന സലീം കുമാർ വളരെ ഒരു ദിവസത്തെ വർക്കേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ച് ഞങ്ങൾക്ക് ഇതിൽ സൂട്ടാവുന്ന ഒരാൾ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചിന്തിച്ച വലിയ ഒരാളാണ് സലീം കുമാർ. വളരെ കോണ്ടന്റ് അനുസരിച്ചിട്ട് അതിൽ ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നുണ്ട്. രണ്ടാമത് ജോണി ആൻ്റണി, പഴയ ഒരു ഡയറക്ടറും എൻ്റെ ഒരു കൂട്ടുകാരനൊക്കെ ആയിരുന്ന അദ്ദേഹത്തിനോട് വസിഷ്ഠനുമായിട്ടുള്ള കോമ്പിനേഷനിൽ ഞാൻ കുറച്ച് ഡേറ്റ്സ് വേണം എന്ന് പറയുമ്പോൾ തന്നെ ആ ക്യാരക്ടർ ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ഞങ്ങളോട് സഹകരിച്ചു. ഒരു ചെറിയ ഷോട്ടിലാണെങ്കിലും രഘുനാഥ് പലേരി ഞങ്ങളോട് സഹകരിച്ചു. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയുടെ അത് അവർക്ക് താങ്ക്സ് പറയുന്നു ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേദിയിൽ പറയുന്നത് ഡെഫിനറ്റ്ലി സായി കുമാർ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഒരു ചെറിയ റോൾ. അപ്പം ഇങ്ങനെ ഒരു സ്റ്റാർട്ടഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ സ്റ്റാർട്ടഡ് ആണ്. അതാണ് ഈ സിനിമ. പക്ഷെ എല്ലാവരും അതിൻ്റെ സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു. ഞാൻ അവർ ചോദിച്ച ചോദ്യത്തിന് പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസറും കൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാനിപ്പോഴും പറയുന്നു, അദ്ദേഹത്തിനെ വേണ്ട വിധം യൂസ് ചെയ്തിട്ടില്ല മലയാള സിനിമ. ബേസിക്കലി ഇന്ദ്രേട്ടനെ ശരിക്കും ലൈക്ക് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ദ്രേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ ഇന്ദ്രേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന ലൈക്ക് ബേസിക്കലി I think Indratna also likes doing such kind of roles. And you don't know, like he's basically a very happy person. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് ഹാപ്പി ആയി കുറച്ച് ഫൺ ഹ്യൂമർ ഒക്കെ ചെയ്യാൻ ലൈക്ക് വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ ഐ തിങ്ക് മാരിവൽ ഇസ് ഗോയിങ് ടു ബി എന്താ പറയുക, ഇന്ദ്രേട്ടൻ്റെ ഒരു ന്യൂ പോർട്രയൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഏറ്റവും ഇന്ദ്രേട്ടനെ കാണാൻ ആഗ്രഹമുള്ളത് നമ്മൾ കൊടുക്കുന്ന ഒരു മൂവി ആയിരിക്കും മാരിവൽ. ക്ലാസ്മേറ്റ്സിൽ കഥാപാത്രം എഴുതി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് അതിൻ്റെ ഷോർട്സോ റീൽസോ ഒക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ സിനിമ തന്നെ ഫുള്ള് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും. അതേപോലത്തെ സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ മലയാള സിനിമയിൽ ശരിക്കും മിസ് ചെയ്യുന്നു. ഇപ്പോഴത്തെ ഇറങ്ങുന്ന സിനിമകൾക്ക് ഒരാഴ്ച 7-8 പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒറ്റ വാഷോട്ടിൽ പോകുന്ന ചിത്രങ്ങളാണ് കൂടുതൽ. അത് നിലനിൽക്കുന്ന 1-2 മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും അത് ഇത്ര എക്സ്പീരിയൻസ് ഒരു ആക്ടർ എന്ന നിലയിലേക്ക്? അതിന് നമുക്ക് സിനിമയുടെ കണ്ടന്റിന് മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നമുക്കറിയാം, നമ്പർ ഓഫ് സിനിമകൾ വളരെ കൂടുതലാണ്. എല്ലാ ആഴ്ചയും ഈ പറഞ്ഞതുപോലെ 4-5 സിനിമകൾ റിലീസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നല്ല സിനിമകളും ആ കൂട്ടത്തിലുണ്ട്. നമുക്കറിയാം, വിജയങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ അതിനർത്ഥം വിജയിക്കാതെ പോയ എല്ലാ സിനിമകളും മോശമാണെന്നല്ല. അപ്പോൾ പിന്നെ കണ്ടന്റ് നന്നായില്ലെങ്കിൽ സിനിമ നന്നാവില്ല, അത് സത്യാവസ്ഥയാണ്. ഇപ്പോൾ സിനിമ നന്നായില്ല അല്ലെങ്കിൽ എഴുത്ത് നന്നായില്ലെങ്കിലും സിനിമ നന്നാവില്ല. പക്ഷെ അത് മാത്രമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ അന്യഭാഷാ സിനിമകൾ വരുന്നുണ്ട്, തിയേറ്ററുകളുടെ അഭാവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ സിനിമകൾക്ക് സർവൈവ് ചെയ്യാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ
ബട്ട് സ്റ്റിൽ വി ആർ ഫൈറ്റിംഗ് ഹാർഡ്. ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോയാൽ ഒരു വലിയ പരിഹാരം അതിന് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ മലയാളികൾ നോർമലി എല്ലാ സിനിമകളും, അത് കൊറോണ പീരീഡ് വന്ന സമയത്ത് തൊട്ട് എല്ലാ ലാംഗ്വേജുള്ള സിനിമകളും എക്സ്പീരിയൻസ് ചെയ്തു വന്നു. അതിനു മുമ്പ് കാണാൻ ഇച്ചിരൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് ലാംഗ്വേജിലുള്ള ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങുന്ന അന്യഭാഷ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് അതിലോട്ട് കയറാനുള്ള ടെൻഡൻസി ഉണ്ട്. ശരിക്കും മറ്റ് സിനിമ ഒരു മലയാള സിനിമ പ്രൊഡ്യൂസറിനെ പറയാം, മറ്റ് ഭാഷയിലുള്ള ചിത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങുമ്പോൾ മലയാള ഭാഷയിലുള്ള ചിത്രങ്ങൾക്ക് പ്രാധാന്യം കുറയുകയാണുള്ളത്. ശരിക്കും അതൊരു ഫോൾട്ടായിട്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് ഒരു ഫോൾട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാകുന്നത്. ഒരു അളവ് വരെ ഈ അന്യഭാഷാ ചിത്രങ്ങളുടെ റിലീസ് സ്റ്റേഷൻസിൽ ഒരു ചെറിയ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഒരു മാസ് വേവ് പോലെ വന്നാണ് നമ്മുടെ കംപ്ലീറ്റ് കേരളത്തെ കീഴടക്കുന്നത്. നല്ല സിനിമകൾ ഇവിടെ ഓടും, അതിപ്പോൾ 100 തിയേറ്റർ ആണെങ്കിലും 200 തിയേറ്റർ ആണെങ്കിലും 1000 തിയേറ്റർ ആണെങ്കിലും ഓടും. പക്ഷെ ചെറിയ സിനിമകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു തിരമാല വരുന്നത് പോലെ വന്ന് കംപ്ലീറ്റ് ഏറ്റെടുക്കുന്ന ഒരു പ്രതീതിയുണ്ട്. ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള അന്യഭാഷാ സിനിമകളുടെ റിലീസ് ഡെഫിനറ്റ്ലി എല്ലാ ഭാഷകളും വേണം. സിനിമ എന്ന് പറയുന്നത് നോ ലാംഗ്വേജ് ബാരിയർ. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള സിനിമകൾ ഇറക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയെ സേവ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയല്ലേ. നമ്മൾ തന്നെ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മുടേതായ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില റിലീസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ കുറെ കൂടെ ഇങ്ങനെയുള്ള ചെറിയ മലയാള സിനിമകൾക്ക് കയറി വരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, അത് ഇത്ര ശതമാനം ഇല്ല. അപ്പൊ അത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കണ്ട് നമുക്ക് ഇവിടെ സിയാദക്കെ പോലുള്ളവരാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. കാരണം ഓർഗനൈസേഷൻസ് അസോസിയേഷൻസ് ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ സിനിമയെ വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ചെറിയ സിനിമകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ളത് സിയാദ ഞാനിതിലൊരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ഞാൻ തരാനുള്ള ഞങ്ങളുടെ വേദി എന്ന് പറയുന്നത് ഈ സിനിമയുടെ പ്രൊമോഷനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. കോൺട്രവേഴ്സിക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് ഞാനത് സംസാരിക്കുന്നില്ല. പക്ഷേ ഈ ഇന്ദ്രൻ പറഞ്ഞ മാതിരി നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് വേണം, ഉണ്ടായേ പറ്റും. അതിലുപരിയായിട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ക്യാരക്ടറിൽ ഈ സിനിമയുടെ നരേഷൻ വിൻസിൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ഞാൻ മറ്റേ അരുണും പ്രമോദും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇവർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട കാസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഓർമ്മ വന്നത് ചെറിയ സിനിമയെ പറ്റിയാണ്. രേഖ എന്ന് പറഞ്ഞൊരു പടം, അത് ഞാൻ കണ്ടിരുന്നു. അതിൽ വിൻസിയുടെ പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഇൻസ്പിറേഷൻ. ബിക്കോസ് അപ്പം ചെറിയ സിനിമ എന്ന് പറഞ്ഞൊരു സിനിമയില്ല. സിനിമ ഓടുമ്പോഴത്തേക്കും അത് വലിയ സിനിമയായി മാറുന്നു. പക്ഷെ ഇന്ദ്രൻ പറഞ്ഞ മാതിരി ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും സിനിമ എടുക്കാൻ പാടില്ല എന്നുള്ളതല്ല. പക്ഷെ ഞാൻ കണ്ടുവരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു അതായത് ഇപ്പം ഡിജിറ്റലൈസേഷൻ വന്നതുകൂടി ആർക്കും സിനിമ എടുക്കാം എന്നുള്ളൊരു പ്രവണത നിലവിലുണ്ട്. പക്ഷെ അതിൻ്റെ കോണ്ടന്റോ അല്ലെങ്കിൽ അതിലുള്ള കാസ്റ്റിങ്ങോ കാര്യങ്ങളോ ചിലപ്പോൾ ആക്ടറിന്റെ മെയിൻ ആർട്ടിസ്റ്റായിട്ട് വരുന്നു, അതിൻ്റെ നായകൻ ആയിട്ട് വരുന്നു, വേറൊരു പെൺകുട്ടി ഒന്നും അറിയാൻ പാടാത്തൊരു പെൺകുട്ടി ഇതുവരെ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാത്ത ഒരാളെ ഹീറോയിനാക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രവണതയാണ്. സിനിമ ഈസ് വലിയൊരു പാഷനും വലിയൊരു സ്റ്റഡിയും ആവശ്യമുള്ള ഒരു മേഖലയാണ്. അത് സിമ്പിളായിട്ട് കണ്ടുകൊണ്ടും വരുന്ന സിനിമകളാണ് മലയാള ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നത്. അപ്പം നമ്മൾ മറ്റുള്ള ഭാഷാ ചിത്രങ്ങൾ ഒരുപക്ഷെ അത് അന്ന് ഓടിയിട്ടുണ്ട്. 10 കമാൻഡ്മെന്റ്സ് ആണെങ്കിലും ബെൻഹർ ആണെങ്കിലും ഒക്കെ അന്ന് ഓടിയിട്ടുണ്ട് സിനിമ, ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമ. പക്ഷേ അതൊന്നും നമ്മുടെ ഇതിന് പക്ഷേ അതിനോട് കോമ്പറ്റ് ചെയ്തുകൊണ്ടും ഞാനൊരു സിനിമ എടുക്കണമെങ്കിൽ എനിക്ക് മറ്റേ തെലുങ്ക് സിനിമയുടെ ഒരു പടം കണ്ടിട്ട് അതിൻ്റെ ഒരു നേച്ചറിൽ ഒരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞാൽ സ്വയം ചിന്തിക്കണം. അല്ല കുറെ ആൾക്കാരെ കൂട്ടി നിർത്തി അതേമാതിരി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള എനിക്ക് വിശ്വാസം വേണ്ട. ആദ്യം ഒരു പ്രൊഡ്യൂസറുടെ ഏറ്റവും വലിയ കടമയാണ് വാട്ട് ഈസ് സിനിമ എന്ന് പറയുന്നത്. ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ച മാതിരി, എൻ്റെ ഡയറക്ടർ സൂചിപ്പിച്ച മാതിരി, പപ്പേട്ടനാണെങ്കിലും പത്മനാഭൻ സാറാണെങ്കിലും ഭരതേട്ടനാണെങ്കിലും ഇവരൊക്കെ മികച്ച സിനിമകൾ ഉണ്ടാക്കിയവരാണ്. അവരുടെ സ്ക്രിപ്റ്റിങ്ങിൽ കൂടി അവരുടെ വായനയിലൂടെ FT വാസാറ്
അദ്ദേഹം വായന കൊണ്ട് കിട്ടിയ ഗുണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഒരു ദിവസം കാലത്തെ സ്ക്രിപ്റ്റായിട്ട് ഇറങ്ങിത്തിരിക്കണമല്ല. ഞാനിത് പറയാൻ കാരണം ഒരു പൊതുവേദിയിൽ ഇത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വേദിയിൽ ആവശ്യമില്ല. പക്ഷെ പലരും കഥ പറയാനായിട്ട് വരാറുണ്ട്. അത് വരുമ്പോഴത്തേക്കും നമ്മൾ കേൾക്കുന്ന കഥ ഒട്ടും വിശ്വസനീയമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മീഡിയാസ് എന്നുള്ള കുറച്ച് ആൾക്കാരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഏൽപ്പിക്കുക കഥ കേട്ടിട്ട് എങ്ങനെ സിനിമ അവരുടെ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം വേണ്ടതെന്ന് നിങ്ങളുടെ സജഷനോട് കൂടിയ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവുള്ളൂ. എന്തായാലും എനിക്ക് ആക്ച്വലി എംപുരാന്റെ ഷൂട്ടിംഗ് അടുത്ത ആഴ്ച തുടങ്ങുകയാണ്, US-ലാണ്. അപ്പോൾ അതിന്റെ നാളെ എംബസിയിൽ അപ്പോയിന്റ്മെന്റ് ആണ്, 7:15 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ പ്ലീസ് എക്സ്ക്യൂസ് മീ, എയർപോർട്ടിലേക്ക് നേരെ ഇവിടെ നിന്ന് പോകും. അത് പറയണോ? എല്ലാ വിധത്തിലും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിരിക്കും എംപുരാൻ. അത് കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് വൈസ്, ബഡ്ജറ്റ് വൈസ്, എല്ലാ രീതിയിലും. ഓൾറെഡി ഇപ്പോൾ 2 ഷെഡ്യൂൾ കഴിഞ്ഞു. ഇന്ത്യയിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു, UK ഒരെണ്ണം കഴിഞ്ഞു. അടുത്ത ഷെഡ്യൂൾ US-ൽ തുടങ്ങുകയാണ് അടുത്ത ആഴ്ച. അപ്പോൾ അവിടെയാണ് ഗോവർദ്ധൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സത്യാന്വേഷണം നടത്തി ഗോവർദ്ധൻ പുതിയ സത്യങ്ങൾ തേടി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് എവരിബഡി. താങ്ക് യു. അത് ഉടനെ ഇല്ല, തീർച്ചയായിട്ടും അതിന്റെ സമയമാകുമ്പോൾ ഞാൻ തന്നെ ഇതുപോലെ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. ഒന്നുമില്ലാത്ത സമയത്ത് പൃഥ്വിരാജ് എന്ന ആള് പടയുന്ന ലൂസിഫർ എന്ന ചിത്രം ഇറക്കി മലയാള സിനിമയെ ഞെട്ടിച്ചു. അതായത് ഇങ്ങനെ ഒരു പടം അതുവരെ കണ്ടിട്ടില്ല മലയാളികൾ. മറ്റു ലാംഗ്വേജ് കണ്ടിട്ടുണ്ട്, മലയാളത്തിൽ കണ്ടിട്ടില്ല. അതേപോലെ ഒരു ചിത്രം ഞെട്ടിക്കണോ? ഞെട്ടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ നന്ദി പറയുന്നു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.